പേരാമ്പ്ര സംഘർഷത്തിൽ ആരോപണ വിധേയരായ ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റം. പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാറിനെയും വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദിനെയും മാറ്റി. സംസ്ഥാനത്ത് 23 ഡിവൈഎസ്പിമാരെയും 2 പ്രൊമോഷൻ ഡിവൈഎസ്പിമാരെയും മാറ്റി നിയമിച്ചതിന്റെ ഭാഗമാണ് ഈ സ്ഥലം മാറ്റങ്ങൾ. രാഹുൽ കെ വീണ്ടും വിശദവിവരങ്ങളുമായി. രാഹുൽ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശദവിവരങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം മാറ്റത്തിന്റെ വിശദവിവരങ്ങൾ എന്തൊക്കെ? മോത്തി, പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര ഡിവൈഎസ്പി ആയ സുനിൽകുമാറിനെയും വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിനെയും മാറ്റണമെന്ന് UDF നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. അതായത് അകാരണമായി പ്രവർത്തകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചത് വടകര ഡിവൈഎസ്പി ആയിരുന്ന ഹരിപ്രസാദാണ്. ഒപ്പം പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന് CPMന്റെ നിർദ്ദേശം ഏറ്റെടുത്ത് നേതൃത്വം നൽകിയത് പേരാമ്പ്ര ഡിവൈഎസ്പി ആയ സുനിൽകുമാറാണ് എന്നാണ് UDF ആരോപിച്ചിരുന്നത്. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് അടക്കം പരാതി നൽകുകയും ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവ വികാസങ്ങൾ നിലനിൽക്കുകയാണ് ഈ 2 ഉദ്യോഗസ്ഥരടക്കം സംസ്ഥാനത്ത് 25 ഡിവൈഎസ്പിമാർക്ക് സ്ഥലമാറ്റം വന്നിട്ടുള്ളത്. 23 ഡിവൈഎസ്പിമാർ 2 പ്രൊമോഷൻ ഡിവൈഎസ്പിമാർക്കുമാണ് സ്ഥലമാറ്റം. അതായത് സ്വാഭാവികമായ നടപടി മാത്രമാണെന്നാണ് പോലീസ് സേന ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ്. അതിൻ്റെ ഭാഗമായി സബ് ഡിവിഷനുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരെ മാറ്റുന്നു എന്നതാണ് പോലീസിൻ്റെ വിശദീകരണം. ഇതിൽ തന്നെയും ഈ പേരാമ്പ്ര സംഘർഷവുമായി ചേർത്ത് വായിക്കുകയാണ് UDF ഇതിനെ എന്നതുകൂടിയാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. വടകര ഡിവൈഎസ്പി ആയ ഹരിപ്രസാദിനെ 2 ഉദ്യോഗസ്ഥരെയും കോഴിക്കോട് സിറ്റിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഹരിപ്രസാദിനെ മെഡിക്കൽ കോളേജ് ACP ആയും അതുപോലെ സുനിൽകുമാറിനെ സിറ്റി ക്രൈംബ്രാഞ്ച് ACPയുമായാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പം തന്നെ ഇന്നലെ UDF സംഘം IG കണ്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം, അതുപോലെ തന്നെ പേരാമ്പ്ര സംഘർഷത്തിൻ്റെ ഭാഗമായി UDF പ്രവർത്തകർക്കെതിരെ സ്വീകരിക്കുന്ന വേട്ടയാടൽ നടപടി അവസാനിപ്പിക്കണം എന്നതടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ രണ്ടിലും 5 ദിവസത്തിനകം തീരുമാനമുണ്ടായില്ലെങ്കിൽ നടക്കാവിൽ ഉത്തരമേഖല IG ഓഫീസിന് മുൻപിൽ പ്രതിഷേധം ആരംഭിക്കുമെന്നും UDF നേതാക്കൾ പ്രതികരിച്ചു. അതിൻ്റെയൊക്കെ തുടർച്ചയായാണ് ഈ സ്ഥലമാറ്റം വന്നിട്ടുള്ളത്. പക്ഷേ സ്വാഭാവിക നടപടി, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള നടപടിക്രമം എന്ന് മാത്രമാണ് പോലീസ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്.